നമ്മൾ 4 തരം ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്ന്. എന്നാൽ 3 തരം ഭക്തിയുണ്ട്. അതായത് ഭക്തിയിൽ പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. അപ്പോൾ പ്രാകൃത ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം, അമ്പലത്തിലെ വിഗ്രഹം, അതിൽ തന്നെ മാത്രം ശ്രദ്ധിച്ച് അതിൽ പൂജകൾ ചെയ്ത് അങ്ങനെ ആ ഒരു അവസ്ഥയാണ് പ്രാകൃത ഭക്തി. പിന്നെ മധ്യമ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു പടി ഉയർന്നിട്ട് കുറച്ച് ഭജനകൾ, അതുപോലെ സത്സംഗങ്ങൾ, അതുപോലെ പാരായണങ്ങൾ, അതൊക്കെ പിന്നെ ആചാര്യന്മാരുടെ ടോക്കൊക്കെ കേൾക്കുക, ഇതാണ് മധ്യമ ഭക്തി എന്ന് പറയുക. പിന്നെ ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം ജീവിതത്തിൽ കൊണ്ട് നടക്കുകയും അതിലൂടെ മനസ്സിനെ കുറച്ചുകൂടെ നല്ല ഒരവസ്ഥയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതിനെയാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്.